Hi students. ഇന്ന് എടുക്കുന്നത് ഡിസ്ക്ലോഷർ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇൻ കമ്പനീസ് ബാലൻസ് ഷീറ്റ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനെ പറ്റിയിട്ട് എന്തൊക്കെ കമ്പനി ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണത് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. The Ministry of Corporate Affairs of Government of India has revised Assistant Schedule of 6 to the Companies Act 1956 and made it applicable to all companies for financial statement to prepare for the financial year commencing on or after 1st April 2011. എന്താ ബാലൻസ് ഷീറ്റ് പറഞ്ഞാൽ ഒരു വർഷത്തെ കണക്കുകൾ കാര്യങ്ങൾ അല്ലേ, ഓരോ വർഷത്തിൻ്റെ കണക്കുകൾ കാര്യങ്ങൾ അവർ അതായത് സ്ഥാപനത്തിന് എഴുതി വെക്കുന്നതിന് പറയണതല്ലേ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞത്. അത് എല്ലാ സ്ഥാപനങ്ങളിലും പക്ഷെ കമ്പനിക്ക് സെപ്പറേറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഓരോ റൂൾസും റെഗുലേഷൻസ് ഫോർമാറ്റ് ചെയ്തിട്ടാണ് ചെയ്യണത്. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് എഴുതണത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയണത്. അപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അവർ പറഞ്ഞ പ്രകാരം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ 1956 കമ്പനി ആക്ട് പ്രകാരം അത് മാറ്റിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് അപ്ലിക്കബിൾ ടു ഓൾ ദ കമ്പനി ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ കമ്പനിക്ക്, അതായത് 2013 ആക്ട് പ്രകാരം കമ്പനീസ് ആക്ട് പ്രകാരം എന്തെന്ന് പറയണത് നമ്മൾ അത് രീതിയിൽ നമ്മുടെ കമ്പനി നമ്മുടെ ഒരു റൂളിലാണ് പോവുക. അതായത് ഇപ്പോൾ ഒരു ഫോമാറ്റ് കീപ്പ് ചെയ്തിട്ടാണ് ബാലൻസ് ഷീറ്റിൽ ഫിനാൻഷ്യൽ ഇയറിൽ പ്രിപ്പയർ ചെയ്യണത്. ഈ ഗവൺമെൻറ് പറഞ്ഞ പ്രകാരമായിരിക്കും അവരൊരു പ്രത്യേക രീതിയിലാണ് എന്തെന്നാണത് ഈ ബാലൻസ് ഷീറ്റ് കാര്യങ്ങൾ കമ്പനിയുടെ പ്രിപ്പയർ ചെയ്യണത്. ബാലൻസ് ഷീറ്റ് ഈസ് എ ഫേസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്ന് പറഞ്ഞത് എന്താ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്നാണ്. ഹിയർ നോട്ട്സ് ടു അക്കൗണ്ട് വിച്ച് ഗീവൺ ടു സ്പെസിഫൈ എ പർട്ടിക്കുലർ ഐറ്റം. ഡീറ്റെയിൽസ് ഓഫ് എവരി ഐറ്റം വിച്ച് ബി ഗീവൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ബോത്ത് കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ. എല്ലാ കാര്യങ്ങളും ആ ബാലൻസ് ഷീറ്റിൽ അവിടെ എന്തെന്നാണ് ഐറ്റംസ് രണ്ട് സൈഡിലും കറണ്ട് ഇയറിനും അതുപോലെ പ്രീവിയസ് ഇയറിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കണക്കായിട്ട് രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ എല്ലാം നോട്ട്സ് ടു അക്കൗണ്ട്സ്, എല്ലാ നോട്ട് അവിടെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള എല്ലാ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതി കാണിച്ചിട്ടിരിക്കണം. ഹെൻസ് എവരി ഐറ്റം ഇൻ ബാലൻസ് ഷീറ്റ് മസ്റ്റ് ബി ഗിവൺ എ നോട്ട് നമ്പർ. ഇപ്പോൾ ഒരു നോട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ നോട്ടായിട്ട് വെച്ചിട്ടുണ്ടാവും. ആ നോട്ടിന് ഓരോ എന്താ പറയുക നമ്പറായിട്ട് നിങ്ങളൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു 10ൽ 8ലൊക്കെ പഠിക്കുമ്പോൾ ഒരു വർഷത്തേക്കുള്ള ബുക്കാകുമ്പോൾ സയൻസിനൊക്കെ ഒരൊറ്റ ബുക്കിൽ തന്നെ ചിലപ്പോൾ തീരുന്നേവില്ല, ചിലപ്പോൾ 2 ബുക്ക് വേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ബുക്ക് സെക്കൻഡ് ബുക്ക് എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റ് 1, 2, 3 നമ്പറിൽ ആ ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ പിൻകാലത്ത് അത് നോക്കുമ്പോൾ ആ ബുക്ക് നമ്പറത്തെ ബുക്കിൻ്റെ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എഴുതി വെക്കുക. അത് ചില ഫയലിൽ ഇയറൊക്കെ എഴുതി വെക്കണ കണ്ടുണ്ടാവും. അതുപോലെ ഒരു നമ്പർ എഴുതി വെക്കുന്നുണ്ടാവും. Does not contain about the items given in financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലത്തെ ഐറ്റംസിൻ്റെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവും. ദ ബാലൻസ് ഷീറ്റ് ഹാവ് പ്രിപ്പയർഡ് ഓൺലി എ വെർട്ടിക്കൽ ഫോമാറ്റ്. അതുപോലെ തന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് ഫോമാറ്റിൽ, വെർട്ടിക്കൽ രീതിയിലായിരിക്കും എന്തെന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. സാധാ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ മോഡൽ, പക്ഷേ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വെർട്ടിക്കൽ മോഡലായിട്ടാണ്. Share capital is shown under equity under the major head equity and liability. Details are shown in notes account schedule they prepared on. Share capital എന്തിലാണ് അണ്ടർ ഇക്വിറ്റിയുടെ, അതുപോലെ അത് മേജർ ഹെഡായ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിലാണ് നമ്മൾ എഴുതുന്നത്. ആ ഫോമാറ്റ് കണ്ടാൽ നിങ്ങൾക്കൊരു വിധം മനസ്സിലാവും. ഇതാണ് ഫോമാറ്റ്. നോട്ട്സ് ഓഫ് അക്കൗണ്ട്സ്. ഇതിൽ ഫസ്റ്റ് വൺ നോട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ 1, 2, 3 എന്നുള്ള നോട്ട് നമ്പർ അതൊക്കെ എഴുതുക. പർട്ടിക്കുലേഴ്സ് ഫിഗർ അറ്റ് ദ എൻഡ് ഓഫ് ദ കറൻറ്റ് പീരീഡ്. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് 2021 ടു 31st March 2022 ആണ്. അതുപോലെ ആ വർഷത്തെ കാര്യങ്ങൾ ആ ഇയറിൽ അവിടുത്തെ എഴുതി വയ്ക്കുക. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് വരച്ചിട്ട് ഇക്വിറ്റി, അതിൻ്റെ അടിയിൽ ഷെയർ ക്യാപിറ്റൽ, ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഷെയർസ് ഓഫ് റുപ്പീസ് ഈച്ച് സബ്സ്ക്രൈബ്ഡ്, പെയ്ഡ് അപ്പ്, ഷെയർസ് ആർ അലോട്ടഡ് ഫുള്ളി പെയ്ഡ് അപ്പ്, പേഴ്സൺ കോണ്ടാക്ട് വിത്തൗട്ട് പേയ്മെൻറ്റ് ബീങ് റിസീവ്ഡ്, ഫുള്ളി പെയ്ഡ് അപ്പ് ബൈ, അങ്ങനത്തെ ഷെയർസ് അലോട്ടഡ് ഹാസ് ഫുള്ളി പെയ്ഡ് അപ്പ് ബൈ വേ ഓഫ് ബോണസ് ഷെയർസ്, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുക. അതിൽ നിന്ന് കോൾസ് അൺപെയ്ഡ്, അതുപോലെ
ആഡ് ഫോർഫീറ്റഡ് ഷെയർസ്, ഇത് രണ്ടും നമുക്ക് ഇനി പറയാണ്ട്. ഇനി നമുക്ക് ഫോർഫീറ്റഡ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, അതിൻ്റെ ജേർണൽ എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി കൂടുതലായിട്ട് പറയാം. അതേപോലെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസ്, ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷുഡ് ബി ഷോൺ സെപ്പറേറ്റ്ലി. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ ഷെയർസ്, അതായത് ഇക്വിറ്റി ആണോ പ്രിഫറൻസ് ആണോ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് എന്തെന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ നോട്ട് നമ്പർ, ഇപ്പോൾ ഇക്വിറ്റിയുടെ നോട്ട് നമ്പർ നമ്മൾ എഴുതി വയ്ക്കില്ല, പേജ് നമ്പർ ഇതിൽ ഇത്ര നോക്കിയാൽ നിങ്ങൾ ഫൈനൽ ഇയേഴ്സ് ആകുമ്പോൾ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഇതിൽ എത്ര വേണ്ട ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടാവില്ല പേജ് നമ്പർ, ചാപ്റ്റർ 2 ഇത്രാമത്തെ പേജ് നമ്പറിൽ ഇത്രാമത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരില്ലേ, അതേപോലെ തന്നെയായിരിക്കും നോട്ട് നമ്പർ എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്. പർട്ടിക്കുലർ ക്ലാസ് അത് നമുക്ക് ചിലപ്പോൾ തിയറി പാർട്ടായിട്ടായിരിക്കും കൂടുതൽ ചോദിക്കേണ്ടാവുക. നെക്സ്റ്റ് കോൾസ് ഇൻ അരിയേഴ്സ്. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം നമ്മൾ ഒരു 1000 കണക്കിനുള്ള ഷെയർസ് ആണ് ആപ്ലിക്കേഷനിലൂടെ നമ്മൾ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു. അപ്പോൾ അവരത് പൈസ ആദ്യം അടയ്ക്കുക, ആദ്യം ആപ്ലിക്കേഷൻ മണി കൊടുത്തിട്ടാണ് നമ്മൾ ഷെയർ മേടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് എന്തുണ്ടാവില്ല ഇൻസ്റ്റാൾമെൻറ്റ് വഴി അത് അടയ്ക്കാതെ വരുന്നതിനെ പറയുന്നതാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. സംടൈംസ് ഷെയർ ഹോൾഡേഴ്സ് മേ ഫെയിൽ ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഓർ കോൾ മണി. അതായത് ചിലപ്പോൾ ഷെയർസ് മേടിച്ച വ്യക്തികൾ ആപ്ലിക്കേഷൻ മേടിച്ചിട്ടുണ്ടാവും. കാരണം ആപ്ലിക്കേഷൻ മേടിച്ചാലാണല്ലോ അവർക്ക് ഷെയർ മേടിക്കാൻ പറ്റുള്ളൂ. ആപ്ലിക്കേഷൻ്റെ പൈസ അടച്ചാലാണല്ലോ അവർക്ക് ആ ഷെയർ കിട്ടൂ. അപ്പോൾ ആപ്ലിക്കേഷൻ മണി കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ എന്തെന്ന് പറയുന്നത് നമ്മുടെ ചിലപ്പോൾ കോൾസോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയോ ചിലപ്പോൾ അടയ്ക്കാൻ അവർ മറന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അവരുടെ പൈസ ഇല്ലാതെ ആകും, അത് മറന്നു പോയിട്ടുണ്ടാവും. ആ മറന്നു പോയല്ല, ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവില്ല. ആ എമൗണ്ട് റിമൈനിങ് എന്താണ് അൺപെയ്ഡ് ഓൺ അലോട്ട്മെൻറ്റ് ഓർ കോൾസ് ഇസ് കോൾഡ് കോൾസ് ഇൻ അരിയേഴ്സ്. അപ്പോൾ അതെന്താണ് അൺപെയ്ഡ് ആണ്, അവർ അടച്ചിട്ടില്ല. അത് എപ്പോഴും അക്കൗണ്ട്സിൽ കാണിക്കും, കണക്ക് കാണിക്കണ്ടേ, അക്കൗണ്ട്സിൽ അത് കാണിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ പറയണത്, അങ്ങനത്തെ ഒരു കാര്യത്തിന് പറയണതാണ് എന്തെന്നാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയണത്, അരിയർ. അതിലിനി ഇതിന് നമ്മൾ ഇത്ര നാളത്തെ പ്രോബ്ലത്തിൽ എല്ലാവരും ഫുള്ളി പെയ്ഡാണ് ചെയ്തത്, അലോട്ട്മെൻറ്റും ആയാലും എല്ലാം. ഇനിയിപ്പോൾ തരാത്ത ഇതുള്ളതാണ് നമ്മൾ ഇനി നോക്കണത്. എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അരിയേഴ്സ് ഇസ് കോൾഡ് അപ്പ് മൈനസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ ഇതിൽ കോൾഡ് അപ്പ് മീൻസ് വിളിച്ചിരിക്കുന്നത് എത്രയാണ്, ചിലപ്പോൾ ഫൈനൽ കോൾ വിളിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കേസസാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ ഉള്ളതെങ്കിൽ ഷെയറിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ 10 രൂപയാണെങ്കിൽ 8 രൂപ എന്താ ചെയ്തിട്ടുണ്ടാവുക, ഷെയറിൻ്റെ പൈസ 10 രൂപയാണ്, 8 രൂപ ഫസ്റ്റ് കോളും വിളിച്ചു, 2 രൂപ ഫൈനൽ കോളും വിളിച്ചിട്ടുണ്ടാവില്ല. ഈ രണ്ടിൽ വിളിക്കാത്തതാണ് കോൾസ് ഇൻ അരിയേഴ്സ് വരിക. ഇനി ഒരു ഇതും കൂടി പറഞ്ഞാൽ കോൾഡ് അപ്പ് ക്യാപിറ്റൽ 8 രൂപയാണ്, 8 രൂപ കോൾഡ് അപ്പ് ക്യാപിറ്റലായിട്ട് വരിക. അതായത് ഞാൻ പറഞ്ഞുതരാം, അലോട്ട്മെൻറ്റിന് 5 രൂപ, ഒരു 10 രൂപയുടെ ഷെയറാണെന്ന് വിചാരിക്കും. അത് അലോട്ട്മെൻറ്റിൽ അവർ 5 രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക, അയാൾ അടച്ചു. അപ്ലിക്കേഷന് 3 രൂപ, അപ്ലിക്കേഷന് 3 രൂപയും അലോട്ട്മെൻറ്റ് 2 രൂപയും ഫസ്റ്റ് കോളിന് 3 രൂപയും ഫൈനൽ കോളിൽ എന്താണ് അയാൾ വിളിച്ചില്ല, 2 രൂപ വിളിച്ചില്ല. അങ്ങനെ ആ 8 രൂപ അതിനെ പറയണതാണ് എന്തെന്നാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയണത്. ഫുള്ള് പേ ചെയ്താലാണല്ലോ 10 രൂപയാവുള്ളൂ. അപ്പം അയാൾ അടയ്ക്കാത്ത ആ 8 രൂപയിലേ, അപ്പോൾ 10 രൂപയുടെ ഒരു ഷെയറിന് ആപ്ലിക്കേഷന് 3 രൂപയും അലോട്ട്മെൻറ്റിന് 2 രൂപയും ഫൈനൽ കോൾ എന്ന് പറഞ്ഞത് ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ 3 രൂപയും. ചിലപ്പോൾ അയാൾ ഫൈനൽ കോൾ അടച്ചിട്ടുണ്ടാവില്ല 2 രൂപ. അപ്പോൾ ആ ഫൈനൽ കോൾ വിളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ മൊത്തം 8 രൂപ വരുന്നതിനെ പറയണതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ എമൗണ്ട് ഓഫ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞത് എത്രയാണ്, 3 രൂപ. എന്താ പറയുക, ചിലപ്പോൾ ഫസ്റ്റ് കോളോ അല്ലെങ്കിൽ ഫൈനൽ കോളോ വിളിച്ചില്ലെങ്കിൽ ആ എമൗണ്ടും, കോൾഡ് അപ്പ് എത്രയാണ് അവർ വിളിച്ചിട്ട് അതും, പിന്നെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും. അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞത് കോൾസ് ഇൻ അരിയേഴ്സ്. നമുക്ക് പ്രോബ്ലം ചെയ്താൽ കിട്ടും. ഇനി കോൾസ് ഇൻ അരിയേഴ്സ് 2 രീതിയിലാണ് ഉള്ളത്, 2 മെത്തേഡ്സ് ആണ്. 2 ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഫോർ അക്കൗണ്ടിങ് കോൾസ് ഇൻ അരിയേഴ്സ്. 2 മെത്തേഡ്സ് ആണ്. ഒന്ന് വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ടും ഒന്ന് ബൈ ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. അങ്ങനെ 2 രീതിയിലാണ് അക്കൗണ്ടിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി
വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞത് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് കോൾസ് ഇൻ അരിയേഴ്സ് മെത്തേഡ്സ് ഒന്നും അക്കൗണ്ട് ഒന്നും ഓപ്പൺ ചെയ്യണ്ട. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ജേർണൽ എൻട്രി ഇങ്ങനെ ചെയ്താൽ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, സെക്കൻഡ് എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് എറ്റഡ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. എത്രയാണോ അയാൾ അടച്ചിരിക്കുന്നത് ആ പൈസ മാത്രം, കോളിൽ എത്രയാണോ ആ പൈസ വരുന്നത് ആ പൈസ മാത്രം അടച്ചാൽ മതി. അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രീസും കാര്യങ്ങളും ഒന്നും എഴുതണ്ട. അതാണ് ഫസ്റ്റ് മെത്തേഡ്, വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ്. സെയിം തന്നെ അതിൽ എന്താ പറയുക, നമ്മൾ സാധാ എഴുതുന്ന രീതിയിലാണ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ മെത്തേഡ് അങ്ങനെയല്ല, ബൈ ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്, ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് കോൾസ് ഇൻ അരിയേഴ്സിന് മെയിൻറ്റെയിൻ ചെയ്യണം. അത് രണ്ട് രീതിയിലുണ്ട്, ബൈ ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. ആദ്യത്തെ എന്താ, വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. രണ്ടാമത്തെ എങ്ങനെയാണ്, നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുള്ള അക്കൗണ്ട്. ഫോർ നോൺ എന്താ പറയുക, അണ്ടർ ദിസ് മെത്തേഡ് സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻ ഫോർ കോൾസ് ഇൻ അരിയർ. ഈ മെത്തേഡിൽ, അതായത് ബൈ ഓപ്പണിംഗ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ടിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട് മണി ഓർ കോൾ മണി, ഒന്നെങ്കിൽ അലോട്ട് മണിയോ അല്ലെങ്കിൽ കോൾ മണിയോ ഒന്നും പേ ചെയ്തില്ലെങ്കിൽ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റ് എമൗണ്ട് ഡ്യൂ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അൺപെയ്ഡ് ടു ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ ഫൈനൽ കോൾ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് പൈസ അവർ തന്നിട്ടില്ല, അലോട്ട്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ജേർണൽ എൻട്രി ചെയ്ത് കമ്പൈൻഡ് ആണ്, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതണില്ല. അതൊക്കെ അക്കൗണ്ട് നമുക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് എഴുതണത്. കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ ഓർ ഫൈനൽ കോൾ അക്കൗണ്ട്. നെക്സ്റ്റ് മെത്തേഡ് ഫോർ റിസീവിങ് കോൾസ് ഇൻ അരിയേഴ്സ് ലേറ്റർ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പോൾ പറഞ്ഞ ഡേറ്റിന് അവർ തന്നില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ തന്നെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. അവർ അരിയേഴ്സ് അടച്ചെങ്കിൽ, പിൻകാലത്ത് അവർ അടച്ചെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. ദിസ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ക്ലോസ്. അതോടെ നമ്മുടെ കോൾസ് ഇൻ അരിയേഴ്സ് എന്താണ്, ക്ലോസ് ചെയ്യും. ഇതിൽ മെയിനായിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, വി ഫോളോ ഫസ്റ്റ് മെത്തേഡ്. നമ്മളെപ്പോഴും സാധാരണ ഫസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുക. കോൾസ് ഇൻ അരിയേഴ്സ് ഷോൺ ആൻഡ് ഡിഡക്ഷൻ ഫ്രം കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഇൻ നോട്ട്സ് അക്കൗണ്ട്. നമ്മൾ നോട്ടിൽ എഴുതുന്നല്ലാണ്ട് അതിന് പ്രത്യേക ജേർണലിൽ അതൊന്നും അധികം ഫോളോ ചെയ്യാറില്ല. അത് ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് അതങ്ങനെ ചെയ്യാറില്ല. ബാലൻസ് ഷീറ്റിലൊക്കെ ഇങ്ങനെ കാണിക്കുക എന്നുള്ള, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. എപ്പോഴും നമ്മൾ ഫസ്റ്റ് മെത്തേഡാണ് കൂടുതലും ഫോളോ അപ്പ് ചെയ്യാറുള്ളതെന്നാണ് പറയണത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ടേഴ്സ് എന്നല്ല, ഇപ്പോൾ കമ്പനിക്ക് പൈസ തിരിച്ചടച്ചില്ല എന്ന് വയ്ക്കും. ഇപ്പോൾ തിരിച്ചടയ്ക്കലെ കോൾസ് വൈകിപ്പോയി എന്ന് വയ്ക്കും. വിളിക്കുന്ന സമയത്ത് അവർ വൈകിയെങ്കിൽ, ഇപ്പോൾ സെപ്റ്റംബറിൽ അടയ്ക്കേണ്ട പൈസയായിരുന്നു, അവരെന്ത് ചെയ്തത്, അതൊരു മാർച്ച് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ സമയത്താണ് അടയ്ക്കണമെങ്കിൽ, അപ്പോൾ ഒരു നിശ്ചിത തുക ഇൻട്രസ്റ്റ് അവർ ഈടാക്കും. അക്കൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത തുക അവർ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കണം. അതിന് പറയണത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്നാണ്. ഡയറക്ടേഴ്സ് ആർ ഓർഡറൈസ്ഡ് ടു ചാർജ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് ആൻഡ് റേറ്റ് സ്പെസിഫൈഡ് ഇൻ ദ ആർട്ടിക്കിൾസ്. അതായത് നമ്മുടെ എന്താ പറയുക, ഡയറക്ടേഴ്സ്, ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സ്, ഓണേഴ്സ് ഓഫ് ദ കമ്പനി ആയിരിക്കും ആ പലിശയുടെ കാര്യം, ആ ഇൻട്രസ്റ്റ് ഈടാക്കുന്ന ആൾക്കാർ. ഇൻ ആർട്ടിക്കിൾ ആർ സൈലന്റ് റിഗാർഡിംഗ് ദ റേറ്റ് ദേ ക്യാൻ ചാർജ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ റേറ്റ് നോട്ട് റെസിങ് 10% per annum as per table F of Companies Act 2013. ആർട്ടിക്കിൾ അസോസിയേഷൻ അല്ലെങ്കിൽ മെമ്മോറാണ്ടം അസോസിയേഷനിൽ അതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഈ റൂൾ പ്രകാരം 10% മേലെ മേടിക്കാണ്ട്, ഇൻട്രസ്റ്റ് മേടിക്കാണ്ട്, പലിശ മേടിക്കാണ്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് സമീപിക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഡേറ്റിന് അവർ എന്താ ചെയ്തില്ല, പൈസ അടച്ചില്ല, ഷെയർസിൻ്റെ പൈസ അടച്ചില്ല. അപ്പോൾ ആ അടയ്ക്കാത്തത് കുറച്ച് വൈകി 4-5 മാസം കഴിഞ്ഞെങ്കിൽ അവർക്ക് ഇത്ര ശതമാനം പലിശ ഉണ്ടെന്ന് പറയും. നമ്മളോട് പറയില്ല ഇത്ര ശതമാനം, എന്താ പറയുക, തെറ്റിച്ച് നിങ്ങൾക്ക് ഇത്ര ശതമാനം പലിശ കൂടിവിട്ടാന്ന് പറയില്ല. അതേപോലെ തന്നെ ഒരിക്കലും 10% കൂടാൻ പാടില്ല. ആ 10% ഇതിന് കുറവ് ആയിട്ട് വേണം അവർ പലിശ ഈടാക്കാൻ അവരുടെ എന്നാണ്. ഇൻട്രസ്റ്റ് ഈസ് ചാർജ് ഓഫ് പീരീഡ് ഇൻഡോയും
mean the due date of call and the time of actual payment. The following chain entries of entries calls in areas. ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അടയ്ക്കുക. For interest receivable, sundry shareholders account added to interest on calls in arrears account. To recipient of interest, അതായത് ഇപ്പോൾ കോള് തിരിച്ചടക്കില്ലേ, അതിൻ്റെ ജേണൽ എൻട്രിയും വേറെയാണ്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിൻ്റെയും ജേണൽ എൻട്രി വേറെയാണ് കേട്ടോ. അത് അടച്ചു എന്നല്ല, അത് ഇപ്പോൾ പലിശയ്ക്ക് ഇത്ര മാസം കഴിഞ്ഞിട്ടാണ് അവർ അടച്ചെങ്കിൽ അവർക്ക് 10% പലിശയായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. സോ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു സൺഡ്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടാണ് വേണ്ടത്. ഫോർ ട്രാൻസ്ഫർ ഇൻട്രസ്റ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ എന്താ പറയുക, ഒരു ഈ മാസം അടയ്ക്കേണ്ട തുക 5 മാസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് പലിശ സഹിതം അടയ്ക്കുമ്പോൾ കമ്പനിക്ക് എന്താണ്, അതൊരു പ്രോഫിറ്റ് അല്ലേ, അല്ല ലാഭം തന്നെയല്ലേ. കാരണം ഈ പലിശയ്ക്ക് ഇവർ തിരിച്ചടയ്ക്കുമ്പോൾ കുറച്ച് പൈസ കൂടുതലല്ലേ കിട്ടുക. അതെന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ആൻഡ് അരിയേഴ്സ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതണം. ഇതാണ് തന്നെ. അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻ കോൾസ് ആൻഡ് അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ എന്താ പറയുക, കോള് ചെയ്യുമ്പോൾ അവർ പൈസ അടയ്ക്കാത്തതാണ്. പൈസ അടയ്ക്കാത്ത സമയത്ത് അവരുടെ നിന്ന് ഇത്ര നിശ്ചിത ഒരു തുകയ്ക്ക് പലിശ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേടിക്കും. അത് ഈ കമ്പനീസ് ആക്ട് റൂൾ പ്രകാരം എന്താ പറയുക 10% കൂടുതലാവാൻ പാടില്ല. എപ്പോൾ ഇഫ് ദ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ സൈലൻ്റ് ആവുന്ന കേസസിലാണ് നമ്മൾ പ്രൊവിഷൻ ഓഫ് ടേബിൾ ദ കമ്പനി ഷാൽ ബി അപ്ലൈ. നമ്മൾ ആർട്ടിക്കിളൊന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം നമുക്ക് എന്താണെന്ന് അറിയാം, അപ്ലൈ ചെയ്യാൻ പറ്റും, അടുത്ത ഷെയർ ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ്. അതാണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു.